Dear students, next we have to study an important topic from third module, that is general pivot point rotation and general fixed point scaling. എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ജനറൽ പിവോട്ട് പോയിന്റ് റൊട്ടേഷൻ മീൻസ് ലുക്ക് ദ ഫിഗർ. ഫസ്റ്റ് നമുക്കൊരു ട്രയാങ്കിളിനെ ലാസ്റ്റ് കാണിച്ചേക്കുന്നത് പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദിസ് ഇസ് ദ ട്രയാങ്കിൾ. അതിന് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ എ പിവോട്ട് പോയിന്റ് എക്സ് ആർ വൈ ആർ. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ മിഡിൽ ഒരു പോർഷനായിട്ട് നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ആ ട്രയാങ്കിളിൻ്റെ ജസ്റ്റ് സെൻറ്ററിൽ ഒരു പോയിന്റ് എടുത്തു, പിവോട്ട് പോയിന്റ് അതാണ് എക്സ് ആർ വൈ ആർ. ആ പോയിന്റിനെ ബേസ് ചെയ്ത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ ഒരു പ്രൊസീജിയറിന് ജനറൽ പിവോട്ട് പോയിന്റ് റൊട്ടേഷൻ എന്നാണ്. പിവോട്ട് പോയിന്റ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ജനറലൈസ് ചെയ്യുന്ന നമ്മളൊരു മാനർ എന്ന് പറയുന്നത്, നമുക്കിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ പിവോട്ട് പോയിന്റിനെ നമ്മൾ ഒറിജിനിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ പിവോട്ട് പോയിന്റിൽ ഒറിജിനോട്ട് കൊണ്ടുചെല്ലണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സോ വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദ ഒബ്ജക്റ്റ് സോ ദാറ്റ് ദ പിവോട്ട് പോയിന്റ് ഇൻസൈഡ്സ് ഓർ കോയിൻസൈഡ്സ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പിവോട്ട് പോയിന്റിനെ ഒറിജിനിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഒബ്ജക്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിവോട്ട് പോയിന്റ് ഒറിജിനിൽ ടച്ച് ചെയ്യുന്ന വരെ. ഓക്കെ, ദെൻ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള റൊട്ടേഷൻ നമ്മൾ പെർഫോം ചെയ്യുക. ഓക്കെ, ദെൻ അതിനെ വീണ്ടും കറക്റ്റ് സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് ബാക്ക് ട്രാൻസ്ലേഷനോ ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ട്രാൻസ്ലേഷനാണ് പെർഫോം ചെയ്യുന്നത്? ആ ഡിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ്, ദാറ്റ് മീൻസ് നെഗറ്റീവ് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ കിട്ടാം. ഓക്കെ, സോ the following sequence of translate, rotate and translate operations is performed for generating rotation about any selected pivot point x or y. The first step is we have to translate the object so that the pivot point position is moved to the coordinate origin. നമ്മൾ ഒബ്ജക്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക പിവോട്ട് പോയിന്റ് ഒറിജിനിൽ എത്തുന്നതിന് വേണ്ടി. ദെൻ വി ഹാവ് ടു റൊട്ടേറ്റ് ദ ഒബ്ജക്റ്റ് എബൌട്ട് ദ കോർഡിനേറ്റ് ഒറിജിൻ. ദെൻ നമ്മൾ പിവോട്ട് പോയിന്റ് ഒറിജിനിലാണെന്നുള്ള അസംഷനിൽ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ദെൻ ട്രാൻസ്ലേറ്റ് ദ ഒബ്ജക്റ്റ് സോ ദാറ്റ് ദ പിവോട്ട് പോയിന്റ് റിട്ടേൺസ് ടു ഒറിജിനൽ പൊസിഷൻ. നമ്മുടെ പിവോട്ട് പോയിന്റ് ഒറിജിനൽ പൊസിഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി ബാക്ക് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യാം ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യണം, റൊട്ടേഷൻ പെർഫോം ചെയ്യണം, ട്രാൻസ്ലേഷൻ അഗെയിൻ പെർഫോം ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും 1 by 1 ആയിട്ട് ചെയ്യാതെ ഇതിൻ്റെ മൂന്നിൻ്റെ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആ റിസൾട്ടൻറ്റ് മെട്രിക്സ് എടുത്ത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് ദ ഫസ്റ്റ് മെട്രിക്സ്, ദറ്റ് ഈസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 5 എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇവിടോട്ട് കൊണ്ടുവരണമെങ്കിൽ -5ഉം -1ഉം കൊടുക്കണം. സോ അവിടെ ഫസ്റ്റ് മെട്രിക്സിൽ നമ്മുടെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ആണ് മൈനസ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കിവിടെ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ 5 എന്നും 1 എന്നും എടുത്തു. 5 എന്നും 1 എന്നും എടുത്തു. അപ്പോൾ നമ്മൾ അതിനെ സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ഒറിജിനിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5, 1 ആയിരിക്കും. -5ഉം -1 എടുക്കും. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിവോട്ട് പോയിൻ്റ് ആണ്. അതിനെ മൈനസ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെട്രിക്സ്. ദെൻ സെക്കൻഡ് മെട്രിക്സ് നമ്മുടെ റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നതിന് മെട്രിക്സ്. തേർഡ് മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീണ്ടും റിട്ടേൺ ടു സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആ പിവോട്ട് പോയിൻറ്റിൻ്റെ വാല്യൂ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ തേർഡ് മെട്രിക്സിലും നമ്മുടെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആർ വൈ ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 മെട്രിക്സും എഴുതി അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റിസൾട്ടൻറ്റ് മെട്രിക്സ് ആണ് നമ്മുടെ ഇനിഷ്യൽ ഒബ്ജക്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ ഈ ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നത്, ഈ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ജനറൽ പിവോട്ട് പോയിന്റ് റൊട്ടേഷൻ മീൻസ് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഒരു പിവോട്ട് പോയിൻറ്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ പിവോട്ട് പോയിന്റ് ഒറിജിനിലെത്തും. ദെൻ അതിനെ എത്ര ആംഗിളിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതിനെ റൊട്ടേറ്റ് ചെയ്യണം. ദെൻ അതിനെ വീണ്ടും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരണം. ബാക്ക് ട്രാൻസ്ലേഷൻ നടത്തണം. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ, ദെൻ ഒരു റൊട്ടേഷൻ, ദെൻ എഗെയിൻ ബാക്ക് ട്രാൻസ്ലേഷൻ. സോ അതിനെ മൂന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ട്രാൻസ്ലേഷന് മാട്രിക്സ് ഉണ്ട്, ദെൻ റൊട്ടേഷന് മാട്രിക്സ് ഉണ്ട്, എഗെയിൻ ട്രാൻസ്ലേഷന് മാട്രിക്സ് ഉണ്ട്.
അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിവോട്ട് പോയിൻ്റ് ആണ്. ഇവിടെ പിവോട്ട് പോയിൻറ്റിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് ഒറിജിനലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, വീണ്ടും കറക്റ്റ് സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പിവോട്ട് പോയിൻറ്റ്. അപ്പോൾ മൂന്നിൻ്റെയും മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് റിസൾട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഈ മെട്രിക്സ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ് മീൻസ് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യണം. ഒരു ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യണമെങ്കിലും നമ്മൾ ജനറൽ പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷനിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം സോ ദാറ്റ് ഇറ്റ്സ് ഫിക്സഡ് പോയിൻ്റ് ഈസ് അറ്റ് ഒറിജിൻ. ദെൻ അതിനെ സ്കെയിൽ ചെയ്യണം, വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, സോ ഹിയർ the three steps are: first we have to translate the object so that the fixed point coincides with the origin, scale the object with respect to the coordinate origin, use the inverse translation of step 1 to return the object to its original position. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 5 ആണ് നമ്മുടെ ഫിക്സഡ് പോയിൻ്റ് എങ്കിൽ, ഈ പോയിൻ്റ് 5 ആണെങ്കിൽ അതിന് 0 ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ -5 ആയിരിക്കത്തില്ലേ ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ്. അപ്പോൾ ആ -5 എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -5 പകരം, അതായത് tx/ന് പകരം എന്ത് എഴുതിയാൽ മതി, നമ്മുടെ ഫിക്സഡ് പോയിൻറ്റിനെ ഇൻവേഴ്സ് എടുത്തെഴുതിയാൽ മതി. അതായത് -xfഉം -yfഉം. മനസ്സിലായോ? നമ്മളിവിടെ പിവോട്ട് പോയിൻറ്റിൽ പറഞ്ഞതുപോലെ ഈ -5 ആയിരുന്നു നമ്മുടെ ഫിക്സഡ് പോയിൻ്റ് എങ്കിൽ അതിനെ ഒറിജിനലോട്ട് 0 കൊണ്ടുവരണമെങ്കിൽ നമ്മൾ -5 ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് പോയിൻറ്റ്സ് തന്നെയാണ്, അതിനെ ഇൻവേഴ്സ് മൈനസ് എടുത്താൽ മതി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ സ്കെയിലിംഗ് മെട്രിക്സ്. ദെൻ ലാസ്റ്റ് ഈസ് ദ ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ഇൻവേഴ്സ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 0 പോകണമെങ്കിൽ +5 ആയിരിക്കും കൊടുക്കുന്നത്, അതാണ് അവിടെ പോസിറ്റീവ് കൊടുത്തത്. സോ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ് നമ്മുടെ ഇനിഷ്യൽ മെട്രിക്സിലോട്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കറക്റ്റ് നമുക്ക് ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിങ്ങിലായാലും ജനറൽ ഫിക്സഡ് പിവോട്ട് പോയിൻറ്റ് റൊട്ടേഷനിലായാലും ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ദെൻ റിക്വേർഡ് റൊട്ടേഷൻ ഓർ സ്കെയിലിംഗ് പെർഫോം ചെയ്യണം, ദെൻ ബാക്ക് ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, 3 സ്റ്റെപ്സ് ആണ്. സോ 3 മെട്രിക്സസ് കാണും. ആ 3 മെട്രിക്സിൻ്റെ കോമ്പിനേഷൻ ലാസ്റ്റ് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.